ഇൻസ്പെക്ടർ സാർ, തെണ്ടി നടന്ന നമ്മളെ ജീവന തുല്യം സ്നേഹിച്ച അച്ഛനാണ് ഈ കിടക്കുന്നത്. അച്ഛന്റെ ശവമട കഴിയാതെ പോവാനോ? നമുക്ക് പോകാം. ഐ ജിയോട് വീണ്ടും അനുവാദം വാങ്ങിച്ചിട്ട് ഞാൻ നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാം. ഇല്ല, നാട്ടുകാർക്ക് മുഴുവൻ ശവപ്പെട്ടി പണിഞ്ഞവനാണ് ഞാൻ. എനിക്കെന്റെ കൈകൊണ്ട് തന്നെ അച്ഛനെ മറവ് ചെയ്യണം, അല്ലാതെ ഇവിടം വിട്ട് ഞാൻ വരില്ല. എന്നെ വിശ്വസിച്ചാണ് ഐ ജി നിന്നെ എന്റെ കൂടെ അയച്ചത്. എന്റെ നില നീ മനസ്സിലാക്കണം. നീ പറയുന്ന കാര്യങ്ങൾക്കൊന്നും നിയമത്തിന്റെ മുമ്പിൽ സ്ഥാനമില്ല. നീയും നിന്റെ നിയമവും. ആന്റണി, നിൽക്കവിടെ. നീ എവിടെ പോകുന്നു? പള്ളിമണി അടിച്ച ആളുകളെ കൂട്ടാൻ. നിന്നെ ജയിലിൽ കൊണ്ടുപോകേണ്ട സമയം കഴിഞ്ഞു. ഒരു സ്നേഹിതൻ എന്ന നിലയ്ക്കാണ് ഞാൻ ഇത്രയും ശ്രമിച്ചത്. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ആ പണം ഇങ്ങതാ. നീ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ തരാനാണ് ഫാദർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ജയിലിൽ കിടന്ന് ചത്തുപോയ എന്ത് ചെയ്യും? പണമെടുക്ക്, ഞാൻ ഈ നാട് വിട്ടേ പോയിക്കൊള്ളാം. എന്റെ മുന്നിൽ നിന്ന് നീ പോകാനോ? ആന്റണി, കിട്ടിയ സന്ദർഭം വെച്ചെന്നെ കബളിപ്പിക്കാമെന്ന് വെച്ചാലുണ്ടല്ലോ, നിന്നെ വെടിവെച്ചു കൊല്ലാൻ ഞാൻ മടിക്കില്ല. എന്നാൽ അത് തന്നെ നടക്കട്ടെ. നിൽക്കണ അവിടെ. ഇൻസ്പെക്ടർ സാർ എന്റെ നേരെ തോക്കു ചൂണ്ടുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അതിലെ തിരകൾ കൈവശപ്പെടുത്തിയത്. ഇതാ, ഇത് കണ്ടോ? അപ്പോ നീ എന്നെ കരുതിക്കൂട്ടി വഞ്ചിക്കുകയായിരുന്നു. എന്നെ തല്ലരുത്, എന്നെ തല്ലരുത്. ഇത് ദേവാലയമാണ്. ലോറൻസ്, എന്നെ മൃഗമാക്കരുത്. നീ എന്നെയും മൃഗമാക്കരുത്. എന്നോട് ക്ഷമിക്കുമല്ലോ. ഗോപിനാഥൻ, ആ സോമില്ലിലെ മർഡർ കേസിന്റെ അന്വേഷണം എതുവരെയായി? സോറി സർ, അതിന്റെ ചാർജ് മറ്റാരെങ്കിലും എത്തിക്കാൻ ഞാൻ ഐ ജി അദ്ദേഹത്തിനോട് അപേക്ഷിച്ചു. അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അതെന്താ? ആ കേസിലെ പ്രതി എന്റെ ക്ലാസ്മേറ്റ് ആണ് സാർ. ഒരു നല്ല പോലീസ് ഓഫീസർ സ്നേഹബന്ധങ്ങളെ മറന്നിട്ടേ യൂണിഫോം ധരിക്കാവൂ. വർഷങ്ങൾക്ക് മുൻപ് ഒരു തടവ് പുള്ളി എന്നെ വഞ്ചിച്ച് കടന്നു കളഞ്ഞു. സ്നേഹത്തിന്റെ പേരിൽ ഞാൻ വിശ്വസിച്ചതിൽ പറ്റിയ അബദ്ധമായിരുന്നു അത്. അയാൾ ആരാണ് സാർ? ആന്റണി എന്നാണ് അവന്റെ പേര്. ഞാൻ എന്നെങ്കിലും അവനെ പിടികൂടും. എനിക്ക് പ്രൊമോഷൻ കിട്ടിയപ്പോൾ ഇങ്ങോട്ടേക്ക് എന്നെ ട്രാൻസ്ഫറിന് ആവശ്യപ്പെട്ടത് അതിനുവേണ്ടി മാത്രമാണ്. പുതിയ DSP വന്നോ? പുതിയ DSPക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ, അനുശോചനങ്ങൾ. അതെന്താ സാർ ഇങ്ങനെ? ഇവിടെ പുതിയതായിട്ട് ഏത് ഉദ്യോഗസ്ഥൻ ചാർജ് എടുത്താലും ആദ്യം മാലയിട്ട് സ്വീകരിക്കുന്നത് ഞങ്ങളാ. കാറിനെ കണ്ടപ്പോ ഞങ്ങൾ പണ്ട് ഫോണിലൂടെ സ്ഥലം മാറ്റി ഓടിച്ചു വിട്ട ലോറൻസിനെയാണ് ഓർമ്മ വരുന്നത് അല്ലേ? ഇതാ ലോറൻസ് അല്ലടേ. എന്തിനാ സ്ഥലം മാറ്റിച്ചത്? ഇവിടെ ഫാദർ ജോൺ എന്ന് പറഞ്ഞ ഒരു പാതിരി അച്ഛൻ ഉണ്ടായിരുന്നു. അയാൾ എന്റെ മടിയിൽ തലയും ഇവന്റെ മടിയിൽ കാലും വെച്ചാണ് ചത്തത്. അയാൾ എന്റെ മടി തലയും നിന്റെ മടി കാലും. അങ്ങനെയായിരിക്കാം. ആ പാതിരി അച്ഛൻ കാല് പിടിച്ചത് കൊണ്ടാ ഞങ്ങൾ ഫോണിലൂടെ ലോറൻസിന് ഇൻസ്പെക്ടർ ഉദ്യോഗം വാങ്ങിക്കൊടുത്തത്. നിങ്ങൾ ഉദ്യോഗം വാങ്ങിച്ചു കൊടുക്കൂ? ഞങ്ങൾ ഫോൺ ചെയ്താൽ ഉദ്യോഗം കിട്ടുകയും ചെയ്യും, ഉദ്യോഗം പോവുകയും ചെയ്യും. കേട്ടോ സാറേ, ആ പാതിരി ചത്തപ്പോ കുഴി വെട്ടാൻ ആളില്ലാത്തത് കൊണ്ട് ജയിലിൽ കിടന്ന ആന്റണിയെ ഈ ലോറൻസ് പോയി വിളിച്ചോണ്ട് വന്നു. അയക്കതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? വിളിച്ചുകൊണ്ടുവന്ന് മാത്രമല്ല, അവനെ തടവിയാടാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾ ലോറൻസിന്റെ ഉദ്യോഗം തട്ടിത്തെറിപ്പിച്ചത്. ഞാൻ തന്നെയാണ് ലോറൻസ്.
സാറ് തന്നെയാണോ ലോറൻസ് എന്ന് അറിയാൻ വേണ്ടിയാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എങ്ങനെയുണ്ട് സാർ വേല? ഇപ്പോഴും നിങ്ങൾക്ക് പഴയ ജോലി തന്നെയാണല്ലേ? ഞങ്ങൾ നിർദോഷികളായ ന്യൂസൻസ് അല്ലേ സാർ? ഇന്ന് ഞങ്ങൾക്ക് ഫാദർ ജോണിന്റെ പേര് കെട്ടിയിരിക്കുന്ന അനാഥ മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ പോണം. ഫാദർ ജോണിന്റെ പേരിൽ അനാഥ മന്ദിരോ? അതെ സാർ, ആശുപത്രി കെട്ടി, പള്ളിക്കൂടം കെട്ടി, ഇപ്പൊ 10 ലക്ഷം രൂപ ചെലവാക്കി അനാഥ മന്ദിരവും കെട്ടി. ആ പാതിരി അച്ഛൻ എന്തൊക്കെ ആഗ്രഹിച്ചോ അതെല്ലാം നടന്നു. ആരാ ഇതൊക്കെ കെട്ടിച്ചത്? അയ്യോ, സിംഗപ്പൂരിലുള്ള ഒരു വലിയ ജപ്പാൻ അല്ല, കോടീശ്വരൻ വില്യം ഡി ക്രൂസ് എന്നാ പേര്. അയാൾ ഇന്ന് അനാഥ മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ വരുന്നുണ്ട്. ഞങ്ങൾ എവിടെ കണ്ടില്ലെങ്കിൽ ഈ നാടിന് തന്നെ ക്ഷേമാ. ഞങ്ങൾ പോയിട്ട് വരാം സാർ. ഇത് കൂടെ എടുത്തോണ്ട് പോകും. ആ പിന്നെ ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല, പോവാം. പ്രിയമുള്ളവരെ, ഈ നാട്ടിലെ ഏറ്റവും വലിയ ത്യാഗിയും സ്നേഹനിധിയുമായിരുന്നു ദിവംഗതനായ ഫാദർ ജോൺ. ആ ധന്യപുരുഷൻ നമ്മെ വിട്ടുപോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇന്നും അദ്ദേഹം നമ്മോടൊത്ത് തന്നെ ഉണ്ടെന്നുള്ളതിനുള്ള തെളിവാണ് ഈ സ്മാരക മന്ദിരം. ഫാദർ ജോണിന്റെ ഓർമ്മയ്ക്കായി ഈ അനാഥ മന്ദിരം പണികഴിപ്പിച്ചത് ഒരു മറുനാടൻ മലയാളിയും കോടീശ്വരനുമായ ശ്രീ വില്യം ഡി ക്രൂസ് അദ്ദേഹമാണ്. ഫാദർ ജോണിന്റെ ചിത്രം ഇവിടെ അനാച്ഛാദനം ചെയ്യാൻ വേണ്ടി ഞാൻ ബഹുമാന്യനായ വില്യം ഡി ക്രൂസ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അച്ഛോ, അങ്ങയുടെ ആഗ്രഹം പോലെ അച്ഛൻ്റെ ആന്റണി അന്യനാട്ടിൽ പോയി അഹോരാത്രം പാടുപെട്ട് കോടീശ്വരനായി. അച്ഛൻ്റെ സ്വപ്നങ്ങളായിരുന്ന അനാഥ മന്ദിരവും ആശുപത്രിയും പള്ളിക്കൂടവും എല്ലാം ഞാൻ പണി കഴിപ്പിച്ചു. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം.